ഹായ് ഓൾ. അപ്പം നമ്മളൊന്ന് പ്രൊജക്ടൈൽ മോഷന്റെ അടുത്ത വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിലൊന്ന് ടൈം ഓഫ് അസെന്റ് ആണ്. ടൈം ഓഫ് അസെന്റ് എന്താ ഈ ടൈം ഓഫ് അസെന്റ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദി പ്രൊജക്ടൈൽ ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് ഫ്രം ദി പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ നിങ്ങൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്താൻ എടുക്കുന്ന ഒരു ഡ്യൂറേഷൻ ആണ് ടൈം ഓഫ് അസെന്റ്. അപ്പം പ്രാക്ടിക്കലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മോഷനെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഗ്രാവിറ്റി ആയതുകൊണ്ട് തന്നെ മേലോട്ടുള്ള ഡീസലറേഷന്റെ റേറ്റ് തന്നെയായിരിക്കും താഴോട്ട് വരുന്ന അതിന്റെ റിവേഴ്സ് റേറ്റ് ആയിരിക്കും താഴോട്ടുള്ള ആക്സലറേഷൻ. അങ്ങനെ വരുമ്പം ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഡിസെന്റും എപ്പോഴും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ടൈം ഓഫ് അസെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്ന പ്രൊജക്ടൈലിന്റെ ഒരു കണ്ടീഷൻ നമുക്ക് വരയ്ക്കാം. അപ്പം എന്താണ് ആ കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്ടൈൽ. ഈ പ്രൊജക്ടൈലിന് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ഏതൊരു പൊസിഷൻ എടുത്താലും അതിൻ്റെയൊക്കെ നമുക്ക് രണ്ട് കോമ്പോണന്റ് വെലോസിറ്റി ഉണ്ടാവും. അപ്പം മാക്സിമം ഹൈറ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് പോയിന്റ്. ദിസ് ഈസ് ദ മാക്സിമം ഹൈറ്റ് പോയിന്റ് അല്ലെ. ഈ മാക്സിമം ഹൈറ്റ് പോയിന്റിലേക്ക് ഈ കാണുന്ന പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യാൻ എടുത്ത ഡ്യൂറേഷൻ ആണ് ടൈം ഓഫ് അസെന്റ്. അപ്പൊ ആ ഒരു പോയിന്റിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വി വൈ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും, ഈ ഒരു പോയിന്റില് വെലോസിറ്റി വി വൈ എത്രയായിരിക്കും, 0 ആയിരിക്കും. വി എക്സ് എത്രയായിരിക്കും, ദാറ്റ് ഇസ് ഈക്വൽ ടു യു എക്സ് ആയിരിക്കും. വി വൈ 0 ആണെന്ന് എങ്ങനെ മനസ്സിലായി? കാരണം അത് ഫർദർ ആയിട്ട് റൈസ് ചെയ്യുന്നില്ല. അപ്പൊ ആ വെലോസിറ്റി 0 മാത്രമേ താഴോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ താഴോട്ട് വന്നു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിന്റെ അപ്വേർഡ് വെലോസിറ്റി 0 ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, വി വൈ ഇസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ ഇൻറ്റു ടി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ വി വൈ 0 ആണ്, യു വൈ മൈനസ് ജി ടി. അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, യു വൈ ബൈ ജി എന്ന് കിട്ടും. കാരണം ആ 0നെ നമുക്കൊന്ന് ആ 0 ആയി കഴിഞ്ഞ് നമുക്ക് ട്രാൻസ്പോസ് ചെയ്ത് നമുക്ക് യു വൈ ബൈ ജി എന്ന് കൊടുക്കാം. അങ്ങനെ യു വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ഏത് ടൈം ഓഫ് അസെന്റ്. ടൈം ഓഫ് അസെന്റ് ടി ദാറ്റ് ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. ഈ ടൈം ഇപ്പം ഇവിടുന്ന് ഇവിടേക്ക് എടുത്ത ടൈം തന്നെയായിരിക്കും അവിടുന്ന് നേരെ ഇങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് എടുത്തിരിക്കുന്ന സമയവും. അങ്ങനെ വരുമ്പം ടൈം ഓഫ് അസെന്റ് ആയിരിക്കും ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുന്നേ നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ എന്താ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ്? ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന ടോട്ടൽ എന്താണ് ഡ്യൂറേഷൻ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ എക്സ്, this is your y, and this is your projection, and there you are considering this as the initial velocity of projection, so this will be the condition. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, t സമം 0 എന്ന് എടുക്കാം. ഇവിടെ t സമം എത്ര എടുക്കാം, നമുക്ക് t എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് നമ്മൾ ഈ കാണുന്നതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ് പോയിന്റ് എങ്കിൽ ഈ കാണുന്ന ഒരു പോയിന്റിൽ ടി ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുക്കും, ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ കാണുന്ന സ്മോൾ ടി ആണ് ടൈം ഓഫ് അസെന്റ് എങ്കിൽ അതിന്റെ ഡബിൾ ആയിരിക്കും എന്ത്, ടൈം ഓഫ് എന്താണ്, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. അതുകൊണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു ടൈം ഓഫ് ഫ്ലൈറ്റ് capital T is equal to 2 times of time of ascent or descent. ടൈം ഓഫ് അസെന്റ് എത്രയാണ്, യു സൈൻ തീറ്റ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യു സൈൻ തീറ്റ ബൈ എന്ത് കൊടുക്കാം, നമുക്ക് ജി എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടി, ടൈം ഓഫ് ഫ്ലൈറ്റ് ഈസ് ഈക്വൽ എത്രയായിരിക്കും, 2u സൈൻ തീറ്റ ബൈ ജി എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി ടൈം വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും, അത് കിട്ടും. കാരണം
ടൈം വരുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് v = u + at ഉണ്ട്, s = ut + ½ at² ഉണ്ട്. ഏത് ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ യൂസ് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ s = ut + ½ at² എന്ന് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, h = uyt -½ gt² എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുമ്പോൾ ഇതിങ്ങനെ പോയി തിരിച്ച് ഗ്രൗണ്ടിലെത്തി. അപ്പൊ നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്, അവിടെ 0 ആയിട്ടാണ് കാണുന്നത്. അപ്പൊ 0 = u sin θ × t -½ g × t². ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ടേമിനെ ട്രാൻസ്പോസ് ചെയ്ത്, അപ്പൊ u sin θ × t LHSലും നമുക്ക്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നെഗറ്റീവിന് RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി അവിടെ t കട്ടായി പോയി. അങ്ങനെയാണെങ്കിൽ 2u sin θ = gt എന്ന് കിട്ടും. അപ്പൊ t = നമുക്ക് എത്ര കിട്ടും, 2u sin θ/g എന്ന് കിട്ടും. See, this is your time of flight. അത് തന്നെയാണ് നിങ്ങൾ വളരെ ഈസി ആയിട്ട് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ T എന്നാക്കുക, ബിക്കോസ് ഇറ്റ് ഈസ് എ ടോട്ടൽ ഡ്യൂറേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അടുത്തത് മാക്സിമം ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ആണ് ചോദിക്കുന്നത്. മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ. എന്താ ഈ മാക്സിമം ഹൈറ്റ്? once again we will draw the same figure and there you will identify. See, this is your x-axis, this is your y-axis, and here you are constructing a projectile motion like this, and this is your maximum height point. Okay, so this is the situation. അപ്പൊ നിങ്ങൾ എറിയുന്ന പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് ആ പ്രൊജക്ടൈൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ u വെലോസിറ്റിയിൽ നിങ്ങൾ എറിഞ്ഞു, തീറ്റ ആംഗിളിൽ എറിഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ എന്താ പറഞ്ഞത്, ഈ കാണുന്ന പോയിന്റില് വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി 0 ആയിരിക്കും, ഹോറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി അത് ux തന്നെയായിരിക്കും എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ സെയിം തിയറി ഉപയോഗിക്കുക. vy = നമുക്ക് എന്ത് കൊടുക്കാം, uy + 2 × ay × h അല്ലെങ്കിൽ s. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ s കൊടുത്തു. vy എത്രയാണ്, 0 ആണ്. uy എത്രയാണ്, u sin θ ആണ്. ഓക്കെ, ഇവിടെ സ്ക്വയർ ഉണ്ട്, u sin θ സ്ക്വയർ ആണ്, -2 × g × h ആണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യുമ്പം u² sin square theta is equal to 2gh. Therefore, h is equal to u² sin square theta divided by എന്താണ്, 2g. ഇതാണ് നിങ്ങളുടെ എന്തിന്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ. ഇത് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ടൈം പറഞ്ഞിട്ട് ഹൈറ്റ് ചോദിക്കുമ്പം ഈ ഇക്വേഷൻ ഉപയോഗിക്കരുത്. ബാക്കി ഏതിപ്പം ഇവിടുത്തെ ഒരു ഡ്യൂറേഷനിലെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആസ് യൂഷ്വൽ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കണം. എന്താണ്, s = ut + ½ at² തന്നെ ഉപയോഗിക്കണം. അല്ലാതെ ഈ ഇക്വേഷൻ എടുത്ത് ഉപയോഗിച്ചേക്കരുത്. കാരണം ഇത് എന്തിന്റെ കണ്ടീഷൻ മാത്രമാണ്, മാക്സിമം ഹൈറ്റിന്റെ കണ്ടീഷൻ മാത്രമാണ് കേട്ടോ. കാരണം എന്താ, അവിടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെർട്ടിക്കൽ കോമ്പൗണ്ട് വെലോസിറ്റി 0 എന്ന് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം. And now horizontal range. ഈ പ്രൊജക്ടൈലിനെ സംബന്ധിച്ച് നമ്മൾ എറിയുന്ന ആ ബോഡി ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എറിയുന്ന പ്രൊജക്ടൈൽ ഇതാ u വെലോസിറ്റിയിൽ നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പ്രൊജക്ടൈൽ ഇതാ ഇവിടെ ചെന്ന് വീണു. അപ്പൊ ഇതില് റേഞ്ച് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് വിളിക്കുക, റേഞ്ച് എന്ന് വിളിക്കുക. അപ്പൊ റേഞ്ചിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ് ആണ്, ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം റേഞ്ച്
ഇസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് കൊടുക്കാം നമുക്ക്. അപ്പൊ ഡിസ്റ്റൻസ് കാണാൻ നിങ്ങളുടെ കയ്യിൽ കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. എസ് ഇക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഉണ്ട്. അതുപോലെ തന്നെ വി സ്ക്വയർ എസ് ഇക്വൽ യു സ്ക്വയർ പ്ലസ് എന്താണ് 2as ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ റേഞ്ച് കണ്ടുപിടിക്കേണ്ട ഒരു കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ എസിന്റെ സ്ഥാനത്ത് ഞാൻ ആർ എന്ന് എഴുതും, യുവിന്റെ സ്ഥാനത്ത് ഞാൻ യു എക്സ് എന്ന് എഴുതും, ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എന്താ? ഹോറിസോണ്ടൽ മോഷൻ യൂണിഫോം മോഷൻ ആണ്, ആക്സലറേഷൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു 0 ഇൻറ്റു ടി സ്ക്വയർ. അപ്പം ഈ പോയിന്റിലെ ടി എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? ക്യാപിറ്റൽ ടി അല്ലേ? അത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് കണക്കാക്കും അല്ലെ, റേഞ്ച് പറയുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഇക്വേഷനിൽ ആർ ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടൈം ഓഫ് എന്താണ്, ടൈമിന് ഞാൻ എന്ത് കൊടുക്കും? ക്യാപിറ്റൽ ടി എന്ന് എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പ്ലസ് എത്രയുണ്ടാവും ഇവിടെ? നമുക്ക് 0 എന്ന് കിട്ടും. ഇനി ഈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ചതാണ്, നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണത്? 2u സൈൻ തീറ്റ ബൈ എന്താണ്? ജി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ ജി എന്ന് കിട്ടും. ആൻഡ് ദിസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആറിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പൊ ഇത് മറന്നു പോകരുത്. 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഇസ് ഈക്വൽ ആയിരിക്കും സൈൻ 2 തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയാം, യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. അപ്പൊ എന്താണ് റേഞ്ച്? ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി പ്രൊജക്ടൈൽ ആണ് എന്ത്? റേഞ്ച് എന്ന് നമ്മൾ വിളിക്കുന്നത്. നൗ നമുക്ക് ഈ ചാപ്റ്ററിലെ ചില പ്രത്യേക ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് റിലേറ്റീവ് വെലോസിറ്റി. ആക്ച്വലി നിങ്ങളുടെ 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇത് പഠിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ NCERT സിലബസ് പ്രകാരം അത് നമ്മൾ കാണുന്നില്ല. പക്ഷെ 2 ഡയമെൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ബോഡിയെ സംബന്ധിച്ച് അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആയിരിക്കും. ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും വസ്തുക്കളൊക്കെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗ്രൗണ്ട് റെസ്റ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഓടുന്നു എന്ന് പറയുന്നത് ഗ്രൗണ്ടിനെ റെസ്റ്റിൽ സങ്കല്പിച്ചിട്ടാണ്. അപ്പോൾ ആ 20 മീറ്റർ പെർ എൻ്റെ സ്പീഡാണ്. അപ്പോൾ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്നൊരു ടേം ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ നിൽക്കുന്നത് ഒരു ആക്സിലറേറ്റഡ് ഫ്രെയിമിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ മറ്റേ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കാറുകളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ സഞ്ചരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സെയിം ഡയറക്ഷൻ സഞ്ചരിക്കുന്ന ആളുകൾ, അവർ പരസ്പരം നോക്കുമ്പം അവർക്ക് സ്പീഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു സ്പീഡാണോ? ആയിരിക്കത്തില്ല. പലപ്പോഴായിട്ട് നമ്മൾ ഈ ട്രെയിനുകളിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പം ദേ ആർ ട്രാവലിംഗ് ഇൻ സച്ച് എ സ്പീഡ് ദാറ്റ് വി കാൺ ഇമാജിൻ. അത്രയും വേഗതയിൽ പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി അതേപോലെ 2 വാഹനങ്ങൾ ഒരേ വേഗതയിൽ പോകുമ്പം അവർ മൂവ് ചെയ്യാത്തതുപോലെയും തോന്നാറുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. രണ്ടിനും വെലോസിറ്റി ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പം ഒരു മോഷനുള്ള ഒബ്ജക്റ്റിന്റെ എന്താണ് കാര്യം മറ്റൊരു മൂവിങ് ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയും. അപ്പം ഈ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ 1 ഡയമെൻഷനിൽ പറയുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ എടുക്കാം. 1 ഡയമെൻഷനിൽ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് സം വെലോസിറ്റിയിൽ ഇങ്ങോട്ട് പോയി. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ വേറൊരു ഒബ്ജക്റ്റ് അതേ ഡയറക്ഷനിൽ മറ്റൊരു വെലോസിറ്റിയിലും പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റിന്റെ എ എന്നും ഇതിനെ ബി എന്നും റെപ്രസെന്റ് ചെയ്ത് ഇതിന്റെ വെലോസിറ്റി വി എ എന്താണ് വി ബി എന്ന് കൊടുത്തു. ഇനി ആലോചിച്ച് നോക്കുക, ഈ ഒബ്ജക്റ്റ് ഫോർ എക്സാമ്പിളിന് വി എ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കരുതുക. വി ബിയും എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കരുതുക.
നിങ്ങൾ ഈ വേഗതയിൽ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? അയാൾ 10 മുന്നോട്ട് പോയി, ഇയാളും 10 മുന്നോട്ട് പോയി, അയാൾ വീണ്ടും 10 മുന്നോട്ട് പോയി, ഇയാൾ വീണ്ടും 10 മുന്നോട്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ ഇവർക്കിടയിൽ എന്ത് കാണുന്നില്ല? ഈ കാണുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, ആ ഡയറക്ഷൻ അവരെ കണ്ടുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ വേഗതയിൽ മൂവ് ചെയ്തത് കൊണ്ട് രണ്ടുപേർക്കും ഒരു മോഷനുള്ള ഫീലേ കിട്ടത്തില്ല. അപ്പൊ എന്താണ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതുക വി എ ബി. അപ്പൊ അതെങ്ങനെയാ വായിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ബി. ഓക്കെ, ഇതാണ് വി എ ബി. ദിസ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് അതിരിക്കും വി ബി ആയിരിക്കും. അപ്പം വി എ ബി എന്ന് പറയുന്നത് വി എ മൈനസ് വി ബി ആയിരിക്കും. ഇത് റിലേറ്റീവ് വെലോസിറ്റി ആണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് എഴുതാം. വി എ മൈനസ് വി ബി ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, വി എ എത്രയാണ്? 10. വി ബി എത്രയാണ്? 10. ഉത്തരം എത്രയാണ്? 0. ശരിയല്ലേ? എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ എക്കും ബിക്കും മോഷനുള്ള ഫീൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് വെലോസിറ്റിയാണ് 0. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി 0 ഇത് രണ്ട് മൂവിങ് ഒബ്ജക്റ്റുകളെ കമ്പയർ ചെയ്തപ്പോഴാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതേ രണ്ട് വസ്തുക്കളുടെ മോഷൻ, ഇത് ഇങ്ങോട്ടാണ്, ഇത് ഇങ്ങോട്ടാണ്. ഓക്കെ, അപ്പൊ എ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? ഈ കാണുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നു. ബി എങ്ങോട്ട്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇത് ഞാൻ വി എ എന്ന് എടുക്കുന്നു. ദാറ്റ് ഇസ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുന്നു. ദിസ് ഇസ് വി ബി. ദാറ്റ് ഓൾസോ നമുക്ക് എന്ത് കൊടുക്കാം? 10 മീറ്റർ പെർ സെക്കൻഡ് കൊടുക്കുന്നു. അപ്പൊ ഇനി ആലോചിച്ചു നോക്കി, ഇനി എന്താ സംഭവിക്കാൻ പോണത്? വി എ ഒരു സെക്കൻഡിൽ 10 മീറ്റർ മുന്നോട്ട് നീങ്ങി, വി ബി ഒരു സെക്കൻഡിൽ 10 മീറ്റർ ഇങ്ങോട്ട് നീങ്ങി. രണ്ടും ഒരു സെക്കൻഡിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സെക്കൻഡ് കഴിയുമ്പം ഇവർക്കിടയിൽ 10ഉം 10ഉം 20 മീറ്റർ ആണ് കുറയുന്നത്. എന്ന് പറഞ്ഞാൽ എ എത്ര ദൂരം സഞ്ചരിച്ചു? 10 മീറ്റർ. ബി എത്ര സഞ്ചരിച്ചു? 10 മീറ്റർ. പക്ഷെ എക്കും ബിക്കും ഇടയിൽ കുറഞ്ഞ എത്രയാണ്? 20 മീറ്റർ ആണ് ഒരു സെക്കൻഡിൽ. അപ്പൊ ഇവരുടെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൂടെ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാരണം ഇവർക്കിടയിൽ കുറഞ്ഞ ഡിസ്റ്റൻസ് എത്രയാണ്? 20 മീറ്റർ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മൾ എങ്ങനെ എഴുതാം? വി എ ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് ഓഫ് വി ബി. അതെന്താ? വി എ മൈനസ് ഓഫ് വി ബി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു വി എ പ്ലസ് എന്താണ്? വി ബി എന്ന് കിട്ടും. അപ്പം വി എ പ്ലസ് വി ബി എന്ന് എഴുതേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് എപ്പോഴാണ്? ഇവർ രണ്ടുപേര് ഏത് ഡയറക്ഷനിൽ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സഞ്ചരിക്കുമ്പം ആ വെലോസിറ്റികൾ നമ്മൾ എന്താ മതി? ആഡ് ചെയ്തിട്ട് പറയണം. ഇതാണ് 1 ഡയമെൻഷനിലെ രണ്ട് കൺസെപ്റ്റുകൾ. ഇനി നമുക്ക് 2 ഡയമെൻഷനിൽ ഇത് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പം നമുക്ക് ഒരു റിവർ ആൻഡ് മാൻ, ഒരു ആള് ഒരു റിവറിലൂടെ സ്വിം ചെയ്യാണെന്ന് കരുതുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് വരച്ച് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഇപ്പം ദിസ് ഈസ് ദ റിവർ. ഓക്കെ, ഈ റിവറിൽ ഇയാൾ സ്വിം ചെയ്യാണ്. സ്വിം ചെയ്യുമ്പം ദിസ് കുഡ് ബി ദ വിഡ്ത്ത് ഓഫ് ദി റിവർ. ഓക്കെ, ഇനിയിപ്പം ഈ മാനിന് ഈ കാണുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് സഞ്ചരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ വി ആർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് റിവർ ആണ്. ഇനി എയിൽ നിന്ന് ബിയിലേക്കാണ് ഇയാൾക്ക് സഞ്ചരിക്കേണ്ടതെങ്കിൽ ഇയാൾ ഈ റിവറിൽ നേരെ അങ്ങോട്ട് സ്വിം ചെയ്താൽ എന്ത് ചെയ്യൂല? ബിയിലെത്തില്ല. കാരണം റിവർ ഓൾറെഡി ആ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മോഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിലായിരിക്കും. ഉറപ്പല്ലേ? എന്ന് പറഞ്ഞാൽ അയാൾ എയിൽ നിന്ന് സ്വിം ചെയ്താൽ എത്താൻ പോകുന്നത് അധികവും ഏത് പോയിന്റ് ആയിരിക്കും? ഈ കാണിച്ചിരിക്കുന്ന സി പോയിന്റ് ആയിരിക്കും എത്തുക. കാരണം അവിടെ എന്തുണ്ട്? റിവർ മോഷനിലുണ്ട്. അപ്പൊ ഇയാൾക്കൊരു വെലോസിറ്റി ഉണ്ട്, റിവറിനൊരു വെലോസിറ്റി ഉണ്ട്. ആ രണ്ട് വെലോസിറ്റിയും കൂടെ ചേരുന്ന ഒരു വെലോസിറ്റി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡയറക്ഷനിലാണ് മുന്നോട്ട് വലിച്ചു കൊണ്ടുപോവുക. പക്ഷേ അദ്ദേഹത്തിന് പോണമെന്ന് നമ്മൾ പറയുന്ന ഡിസ്റ്റൻസ്, കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് ഇതായിരുന്നു. ഇതാണ് കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അയാൾക്ക് എയിൽ നിന്ന് യാത്ര ആരംഭിച്ചിട്ട് അയാൾ കൃത്യം ബിയിലെത്തണമെങ്കിൽ അയാൾ സ്വിം ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ
നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. അയാൾ സ്വിം ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് സ്വിം ചെയ്യണം. ഓക്കെ, ഇങ്ങോട്ട് സ്വിം ചെയ്യണം. ഇങ്ങോട്ട് സ്വിം ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ആ വെലോസിറ്റി ഓഫ് മാൻ ഈ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ ഈ വാട്ടറിന്റെ ഡ്രിഫ്റ്റ് ഏത് ഡയറക്ഷനിൽ നടക്കും? ഈ ഡയറക്ഷനിൽ നടക്കും. എന്ത് കാരണം? വെലോസിറ്റി ഓഫ് വാട്ടർ കാരണം. സോ ഈ ഡയറക്ഷനിൽ വെലോസിറ്റി ഓഫ് വാട്ടർ ഉണ്ട്. ഈ ഡയറക്ഷനിൽ അവിടെ സ്വിമ്മും ചെയ്ത് കഴിഞ്ഞാൽ അയാള് എവിടെ എത്തും? നേരെ ഏത് പോയിന്റിലെത്തും? ഈ കാണുന്ന ബി പോയിന്റിലെത്തും. അപ്പൊ അയാൾക്ക് റിസൾട്ടന്റ് വെലോസിറ്റി വരേണ്ടത് ഈ ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? സ്വിം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളുടെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചാൽ വി എം ഇങ്ങോട്ടുണ്ട്, വി ആർ ഇങ്ങോട്ടുണ്ട്. അങ്ങനെ റിസൾട്ടന്റ് എങ്ങോട്ടായിരിക്കും? ഇതായിരിക്കും. ഉറപ്പല്ലേ? അപ്പൊ ഈ ഡയറക്ഷനിൽ റിസൾട്ടന്റ് വരുന്ന രീതിയിൽ ഇയാൾ സ്വിം ചെയ്താൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എന്ന് ബിയിലേക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഇവിടുന്ന് നേരെ സ്വിം ചെയ്ത് അവിടെ എത്തിപ്പോവും. അപ്പൊ ഇങ്ങോട്ട് സ്വിം ചെയ്താൽ വാട്ടർ അയാൾ എന്ത് ചെയ്യും? ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഈ പോയിന്റിലേക്ക്, ഈ ലൈനിലേക്ക് ഇങ്ങനെ വലിച്ച് കൊണ്ടുവന്നോളും. അപ്പൊ അയാൾ സ്വിം ചെയ്ത് ഇങ്ങോട്ടാണെങ്കിലും അയാളുടെ ആക്ച്വൽ മോഷൻ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കൊടുക്കാം? ഈ കാണുന്ന വെലോസിറ്റി ഓഫ് റിവർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ് വി ആണ്. ദെൻ വി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന ഇക്വേഷൻ വി ഐസൊലേറ്റ് ചെയ്യുക. വി ആർ ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം? ടാൻ തീറ്റ എന്ന് കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോസ് തീറ്റ എടുത്താൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? വി ബൈ എന്താണ്? അഡ്ജസന്റ് ബൈ എന്താണ്? ഹൈപ്പട്ന്യൂസ് ആണ്, വി എം ആണ്. അപ്പൊ വി ഇസ് ഈക്വൽ ടു ആയിരിക്കും വി എം എന്താണ്? കോസ് തീറ്റ. അപ്പൊ ഈ വി എം കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വി എമ്മിന്റെ എന്താണ്? ഹൊറിസോണ്ടൽ കമ്പോണന്റും വി എം സൈൻ തീറ്റ എന്നിരിക്കും അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് ഇങ്ങോട്ടും ആയിരിക്കും. ഓക്കെ. ഇനി സൈൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് ഈ വി എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഇവിടെ പറയുന്ന റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദി മാൻ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ഈ കാണുന്ന റിവറുമായിട്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഒരു എന്താണ്? കോൺസെപ്റ്റ് പറയുമ്പോഴാണ് നമ്മൾ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ പറയേണ്ടത്. ഇപ്പം ഇങ്ങോട്ട് യൂഷ്വൽ കേസിലാണെങ്കിൽ ഈ കാണുന്നതാണ് വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇത് നമ്മുടെ തീറ്റയാണെങ്കിൽ നമുക്കറിയാം ഈ കോമ്പൗണ്ട് വി എം ആർ കോസ് തീറ്റയും ഈ കോമ്പൗണ്ട് വി എം ആർ എന്തായിട്ട് കിട്ടും? സൈൻ തീറ്റയും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന ഡിസ്റ്റൻസിനെ, ബി സി ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രിഫ്റ്റ്. കേട്ടോ, ഡ്രിഫ്റ്റ്. ഇനി ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഡബ്ല്യു ഈസ് ദ വിഡ്ത്ത് ആണെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു എന്താണ്? വിഡ്ത്ത് ബൈ എന്താണ്? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ടൈം ആണ് വരിക. ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയുള്ള ടൈം വരിക. അപ്പൊ നമുക്ക് ടൈം കണ്ടുപിടിക്കാം. അങ്ങനെ എന്തും നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഒരു എന്താണ്? 2 ഡയമെൻഷൻ കേസിൽ നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഈ കാണുന്ന ഇക്വേഷൻസിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ? ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഒരാള് ഇപ്പൊ ഈ ഒരു പാത്തിൽ സ്വിം ചെയ്താൽ അയാൾ ഷോർട്ടസ്റ്റ് പാത്തിലൂടെ എവിടെ എത്തും? എ എന്ന് ബിയിലേക്ക് എത്തും. ഇനി അല്ല അയാൾ ഇങ്ങനെ സ്വിം ചെയ്താൽ അയാൾ എന്ത് ചെയ്യും? ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇവിടുന്ന് അവിടെ എത്തും, അപ്പുറത്ത് എത്തും, പക്ഷെ ഷോർട്ടസ്റ്റ് പാത്ത് കൂടി ആയിരിക്കത്തില്ല എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ആ ടൈമാണ് എന്താണ്? ഷോർട്ടസ്റ്റ് ഡ്യൂറേഷൻ ആയിട്ട് കണക്കാക്കുക. ഷോർട്ടസ്റ്റ് പാത്തിൽ ഇതും നമ്മൾ കണക്കാക്കണം. അപ്പൊ ഈ കേസിൽ നമുക്കൊരു ചിന്തയാണ് വേണ്ടത്, ഇത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു റിലേറ്റീവ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് 2 ഡയമെൻഷനിൽ പറയേണ്ടത്. ഇനി നമുക്ക് ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ആണ് റിവർ ബോട്ട് പ്രോബ്ലം പറഞ്ഞ പോലെ നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് ആണ് എന്ത്? റെയിൻ മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. റെയിൻ മാൻ പ്രോബ്ലം. ഈ റെയിൻ മാൻ പ്രോബ്ലം എന്ന് പറയുന്നതും ഒരു റിലേറ്റീവ് വെലോസിറ്റി കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം ഒരാള് ഒരു സർഫസിൽ നിൽപ്പുണ്ട്, അതായതാണ് ഈ സർഫസ് നിൽപ്പുണ്ട്. ആ സമയത്ത് അയാൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുക, അവിടെ കാണുവാണ് ഒരു റെയിൻ. ഇതാണ് റെയിന്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഫോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിത്ത് വെലോസിറ്റി വി ആർ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാൻ നിപ്പുണ്ട്. ഓക്കെ, ഇയാളുടെ കയ്യിൽ ഒരു അംബ്രല ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഈ റെയിൻ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെയാണ് വീണുകൊണ്ടിരിക്കുന്നത്, വെർട്ടിക്കൽ ആയിട്ടാണ് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാളെ സംബന്ധിച്ച് ഈ അംബ്രല ഇയാൾ പിടിക്കേണ്ടത് വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് പിടിക്കേണ്ടത്.
കാരണം ഇയാൾ അവിടെ വെറുതെ നിൽക്കുവാണ്, റെയിൻ വീഴുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ റെയിൻ വാട്ടർ എങ്ങനെയാണ് വീഴുന്നത്? നേരെ താഴോട്ടാണ് വീഴുന്നത്. അതിന് ചെരിവൊന്നും ഉണ്ടാവില്ല, നേരെ വീഴും. ഇനി എന്താ അടുത്ത പ്രാവശ്യം സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ, ഇഫ് ഹി ട്രാവൽസ് വിത്ത് വെലോസിറ്റി വി എം, അയാൾ എന്താണ് വി എം വെലോസിറ്റി ട്രാവൽ ചെയ്യാണെന്ന് കരുതുക. അപ്പൊ നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം. വി എം വെലോസിറ്റി ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ, the man is traveling with vm velocity. ഇതാണ് ആള്, he is traveling with a velocity vm. ഓക്കെ, ഇത്തവണ അയാള് ആ കുട എന്ത് ചെയ്യണം? ഈ രീതിയിൽ ചരിച്ചു പിടിക്കേണ്ടി വരുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? അയാളെ സംബന്ധിച്ച് ഈ റെയിൻ വാട്ടർ അയാൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു? ഈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു. ഓക്കെ, ഏത് ഡയറക്ഷനിൽ? ഈ ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി യു നോ റെയിൻ വാട്ടർ ഈസ് ഫോളിങ് ഇൻ ദിസ് വേ. അപ്പോ ഈ കാണുന്നതാണ് നമ്മൾക്ക് ഈ കാണിച്ചിരിക്കുന്ന എന്താണ്? വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ. ഇതാണ് ഇത് വെലോസിറ്റി ഓഫ് റെയിൻ. കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത്തരം പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഈ കാണുന്ന റെയിനിന്റെ വെലോസിറ്റി താഴോട്ട് കൊടുത്ത്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റെയിനിന്റെ പെർസ്പെക്റ്റീവിൽ പറയുന്ന സമയത്ത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ മാന്റെ വെലോസിറ്റി അത് എങ്ങോട്ടാ? ശരിക്കും ആ ഭാഗത്തേക്കല്ലേ? അത് തിരിച്ചിട്ടിട്ട് ആർക്ക് കൊടുക്കുക? റെയിനിന് കൊടുക്കുക. അപ്പൊ മാന്റെ വെലോസിറ്റി തിരിച്ചിട്ട് നമ്മൾ റെയിനിന് കൊടുത്താൽ റെയിൻ വീഴുന്നത് എങ്ങനെയായിട്ട് വരും? ഇപ്പൊ ഇത് തിരിച്ചിട്ട് കൊടുത്തു, മാന്റെ വെലോസിറ്റി മൈനസ് വി എം എന്നിട്ട് കൊടുത്തു ഞാനിവിടെ. സോ ദിസ് ഇസ് മൈനസ് വി എം. അങ്ങനെയാണെങ്കിൽ ദിസ് കുഡ് ബി ദ എന്താണ്? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എങ്ങനെയായിരിക്കണം അത് ഇനി വീഴേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി അത് വീഴേണ്ടത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡയറക്ഷനിലാണ് അത് വീഴേണ്ടത്. സോ ലെറ്റ് us mark it is in this direction. അപ്പൊ ഈ കാണുന്നതിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ്? വെർട്ടിക്കൽ ഡയറക്ഷൻ ആംഗിൾ ആണ്. ദിസ് ഇസ് ദ വെലോസിറ്റി ഓഫ് റെയിൻ വിത്ത് റെസ്പെക്ട് ടു മാൻ ഓർ വെലോസിറ്റി ഓഫ് മാൻ വിത്ത് റെസ്പെക്ട്, രണ്ടും ആവാം. അപ്പൊ എന്താ കാര്യം? ഈ തിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റെയിൻ ഇങ്ങോട്ട് വീഴുമ്പം എത്രയാണ് ഈ മാൻ പോണത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ മാന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആക്കി, റെയിനിന്റെ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അപ്പം ഈ 20 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ട് വീഴുന്ന റെയിൻ വാട്ടർ 10 മീറ്റർ എങ്ങോട്ടും നീങ്ങണം? ഇങ്ങോട്ടും നീങ്ങണം. അതായത് ഇങ്ങോട്ട് വീഴുമ്പോൾ ഇങ്ങോട്ടും നീങ്ങണം. അതാണ് നമ്മൾ ഈ വെലോസിറ്റി അയാൾക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നതിന് ലോജിക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് മൈനസ് വി എന്ന് കിട്ടും. എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓപ്പോസിറ്റ് ബൈ ഹൈറ്റസിന്റെ അടുത്ത് നിങ്ങൾക്ക് വെലോസിറ്റി ഓഫ് മാൻ കണ്ടുപിടിക്കാം, റെയിൻ കണ്ടുപിടിക്കാം. ഇനി കോസ്റ്റിന്റെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഇത് പറഞ്ഞതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്.